ഇനി മെഡിക്കൽ മിനിറ്റ്. മെഡിക്കൽ മിനിറ്റിൽ ഈ ആഴ്ച ഹൃദ്രോഗത്തിനെതിരെ ഉപയോഗിച്ചു വരുന്ന ഏറ്റവും നൂതനമായ റോബോട്ടിക് സർജറിയെ കുറിച്ച് ഡോക്ടർ നിഷ പിള്ളൈ സംസാരിക്കുന്നു. ഹൃദ്രോഗ ചികിത്സാ രംഗത്ത് വലിയ തരംഗങ്ങൾ സൃഷ്ടിച്ച റോബോട്ടിക് ഹാർട്ട് സർജറി 1998 ജർമ്മനിയിലെ ലീപ്സിക് ഹാർട്ട് സെന്ററിലാണ് ആദ്യമായി നടത്തിയത്. ഏതാണ്ട് 2 സെന്റിമീറ്റർ വരുന്ന ചെറിയ ഇൻസിഷനിൽ കൂടെ രോഗിയുടെ ശരീരത്തിലേക്ക് ഒരു എൻഡോസ്കോപ്പ് കടത്തിവിട്ട് ചെയ്യുന്ന മിഡ് ക്യാബ് അല്ലെങ്കിൽ ടി ക്യാബ് എന്ന മിനിമലി ഇൻവേസീവ് കൊറോണറി ആർട്ടറി ബൈപാസ് അമേരിക്കയിലെ ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യമായി നടന്നത്. സാധാരണ താക്കോൽ പഴുത് ശസ്ത്രക്രിയയിൽ രോഗിയുടെ ശരീരത്തിലേക്ക് ഒരു എൻഡോസ്കോപ്പ് കടത്തിവിട്ട് ആന്തരിക അവയവങ്ങൾ സർജൻ ഒരു കണ്ണാടിയിൽ എന്നതുപോലെ കണ്ടുകൊണ്ട് ഈ മിറർ ഇമേജിന്റെ എതിർദിശയിലേക്ക് കൈകൾ ചലിപ്പിച്ചാണ് സർജറി ചെയ്യാറ്. എന്നാൽ ഇത്തരത്തിലുള്ള കൗണ്ടർ ഇൻറ്റ്യൂട്ടീവ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ സർജന്റെ കൈക്കുണ്ടാകുന്ന ചെറിയ വിറയൽ പോലും ഹൃദയത്തിന്റെ എൻഡോസ്കോപ്പിക് സർജറിയിൽ വരുത്തുന്ന ചെറിയ പിഴവുകൾ വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാവും എന്ന തിരിച്ചറിവാണ് റോബോട്ടിക് സർജറിക്ക് അല്ലെങ്കിൽ ഡാവിഞ്ചി സിസ്റ്റം ഉപയോഗിച്ചുള്ള ഹാർട്ട് എൻഡോസ്കോപ്പിക് സർജറിക്ക് കാരണമായത്. റോബോട്ടിക് സർജറി എന്ന് പറയുമ്പോൾ ഒരു യന്ത്ര മനുഷ്യന്റെ രൂപമാണ് നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിലും ഡാവിഞ്ചി ഡിവൈസിന് ഒരു ടേബിളിൽ ഘടിപ്പിച്ച 5-6 കൈകൾ മാത്രമാണുള്ളത്. റോബോയുടെ ഒരു കൈയിൽ എൻഡോസ്കോപ്പും മറ്റു കൈകളിൽ നിരവധി സർജിക്കൽ ഉപകരണങ്ങളും ഘടിപ്പിക്കുകയാണ് ചെയ്യാറ്. പ്രധാന സർജൻ ഓപ്പറേറ്റിംഗ് റൂമിന് പുറത്ത് ഒരു കമ്പ്യൂട്ടർ കൺസോളിന്റെ സഹായത്തോടെ ആന്തരിക അവയവങ്ങളെ ഏതാണ്ട് 10 മടങ്ങ് വലുതാക്കി ദർശിച്ചുകൊണ്ട് ജോയ്സ്റ്റിക് എന്ന ഹാൻഡ് കൺട്രോൾ ഡിവൈസ് ഉപയോഗിച്ച് റോബോയുടെ ചലനങ്ങളെ നിയന്ത്രിക്കുകയാണ് ചെയ്യാറ്. ഒരു വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർജിക്കൽ ടീം ഓപ്പറേറ്റിംഗ് റൂമിനുള്ളിൽ രോഗിയോടൊപ്പം യന്ത്രത്തിനാവശ്യമായ ഡിവൈസസ് മാറ്റിവെക്കുകയും രോഗിയുടെ അവസ്ഥയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കീഹോൾ സർജറി അഥവാ എൻഡോസ്കോപ്പിക് സർജറി ആയതുകൊണ്ട് തന്നെ വേദന, ഇൻഫെക്ഷൻ ഇവയുടെ റേറ്റ് തുലോം കുറവാണ്. അതുപോലെ തന്നെ രോഗിക്ക് 24 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഏതാനും ദിവസത്തിനകം റിക്കവർ ചെയ്ത് ആശുപത്രി വിടാൻ സാധിക്കുമെന്നതും ഇത്തരത്തിലുള്ള സർജറിയുടെ വലിയൊരു നേട്ടമാണ്. എന്നാൽ പ്രധാന കോട്ടമായി പറയപ്പെടുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ഇതിനാവശ്യമാണ്. വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള സർജൻസിന് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അതുപോലെ അനസ്തേഷ്യയുടെ സമയം സാധാരണ ഓപ്പൺ ഹാർട്ട് സർജറിക്ക് ഉപയോഗിക്കുന്നതിൽ ഏതാണ്ട് ഇരട്ടി സമയം അനസ്തേഷ്യ വേണ്ടി വരുന്നത് കൊണ്ട് അത്രയും അനസ്തെറ്റിക് എക്സ്പോഷർ രോഗിക്ക് ഉണ്ടാവുന്നുണ്ട്. അമേരിക്കയിലെ ഏതാണ്ട് 100-ൽ പരം ആശുപത്രികളിൽ പ്രത്യേക ട്രെയിനിങ് നേടിയ സർജന്മാരുടെ മേൽനോട്ടത്തിൽ നടത്തിവരുന്ന റോബോട്ടിക് സർജറിക്ക് ഭാവിയിൽ പ്രചാരമേറും എന്ന് കരുതപ്പെടുന്നു. ലോകവ്യാപകമായി സ്പെഷ്യലിസ്റ്റുകളുടെ സേവനം ലഭ്യമാക്കാൻ സാധിക്കും എന്നതാണ് റോബോട്ടിക് സർജറിയുടെ കാതലായ നേട്ടം. ഇന്ത്യയിലുള്ള ഒരു രോഗിക്ക് അമേരിക്കയിലുള്ള ഒരു സർജൻ ഓപ്പറേഷൻ ചെയ്യുന്ന കാലം ഇനി വിദൂരത്തല്ല.